ശബ്ദമാധുര്യം കൊണ്ടും ഗാനാലാപനം കൊണ്ടും മലയാളികൾക്ക് ഏറെ പ്രിയങ്കരനായ ഗായകനാണ് മധു ബാലകൃഷ്ണൻ. തൻ്റെ വേറിട്ട ശബ്ദം കൊണ്ട് ഒരുപാട് ഹിറ്റ് ഗാനങ്ങൾ മലയാളികൾക്ക് അദ്ദേഹം സംഭാവന ചെയ്തിട്ടുമുണ്ട്. മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് റിയാലിറ്റി ഷോയിലൂടെ അദ്ദേഹം വളരെ സുപരിചിതനുമാണ്. മധു ബാലകൃഷ്ണനും ഭാര്യ ദിവ്യയും തങ്ങളുടെ പ്രണയത്തെക്കുറിച്ച് തുറന്നു പറഞ്ഞിട്ടുമുണ്ട്. ചെറുപ്പം മുതലേ ഇവർക്ക് നന്നായി അറിയാവുന്നതാണ്. കൂടാതെ ഇവർ ബന്ധുക്കളുമാണ്. ദിവ്യയുടെ കസിൻസൊക്കെ മധുവിൻ്റെ സുഹൃത്തുക്കളുമാണ്. മധു ദിവ്യയുടെ തറവാട്ടിൽ പോയി ക്രിക്കറ്റ് കളിക്കുമായിരുന്നു. ആ സമയത്തെ അപ്പുറത്ത് നിന്ന് ദിവ്യ ഷട്ടിൽ കളിക്കുന്നുണ്ടാവും. ദിവ്യ ധരിച്ചിരിക്കുന്ന വസ്ത്രത്തിൻ്റെ കളറ് വരെ മധു പറയുന്നുണ്ട്. അന്നത്തെ മെറൂൺ കളർ പാവാടയും വെള്ള ടോപ്പും കണ്ണടയും ഒക്കെ വെച്ച് അതൊക്കെ എനിക്ക് നല്ല ഓർമ്മയാണ്. പക്ഷെ അന്നൊന്നും ഇവർക്ക് യാതൊരുവിധ പ്രേമവും ഉണ്ടായിരുന്നില്ല. പിന്നെ ഒരു പ്രത്യേകത, ഇവർ രണ്ടുപേരും ഒരേ ഗുരുനാഥൻ്റെ കീഴിലാണ് സംഗീതം പഠിച്ചത്. പക്ഷെ ഇവർ ഒരുമിച്ച് പാട്ട് പഠിച്ചിട്ടുമില്ലായിരുന്നു. കല്യാണത്തിന് ഏകദേശം 1.5-2 കൊല്ലം മുമ്പാണ് ഇവർ തമ്മിൽ പ്രണയിച്ചു തുടങ്ങിയത്. രണ്ടുപേർക്കും പ്രണയം പരസ്പരം തോന്നുകയായിരുന്നു. ആ സമയത്താണ് മധു ബാലകൃഷ്ണൻ ഒരു റിയാലിറ്റി ഷോ സൂര്യ TV-യിൽ ചെയ്യുന്നത്. മധു തന്നെയായിരുന്നു അതിൻ്റെ അവതാരകനും വിധികർത്താവും. ആ ഷോയുടെ പേര് രാഗതരംഗം എന്നായിരുന്നു. അത് എല്ലാ ശനിയാഴ്ചയും ഞായറാഴ്ചയുമായിരുന്നു അന്ന് സംപ്രേഷണം ചെയ്തത്. ആ സമയത്ത് അത് കഴിയുമ്പോൾ വൈകുന്നേരം ദിവ്യയും ശ്രീശാന്തും സ്ഥിരമായി വിളിച്ച് അതിൻ്റെ നല്ലതും വിമർശനവും ഒക്കെ പറയുമായിരുന്നുവെന്ന് ഗായകൻ പറയുന്നു. അങ്ങനെ അത് സ്ഥിരമായി. ചില ദിവസം ഇവരുടെ കോൾ കണ്ടില്ലെങ്കിൽ അവരെന്താണ് വിളിക്കാത്തത് എന്നാകും മധുവിൻ്റെ ചിന്ത. ചിലപ്പോൾ ഗോപു മാത്രമായിരിക്കും വിളിക്കുക. അപ്പോൾ ദിവ്യ എന്താണ് വിളിക്കാത്തത് എന്നാകും ചിന്ത. അങ്ങനെ തോന്നിത്തുടങ്ങി. പിന്നെ ദിവ്യ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് മധു വിളിക്കും. അങ്ങനെ പ്രേമം മുട്ടിട്ടു, തളിർത്തു, വിടർന്ന ഇവിടം വരെ എത്തിയെന്നും മധു ബാലകൃഷ്ണൻ പറയുന്നു. മധു ദിവ്യയെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്: ഭയങ്കര ഒതുങ്ങിയ സ്വഭാവമാണ്. എല്ലാവരോടും ചിരിക്കും. 24 മണിക്കൂറും ചിരിയാണ്. കല്യാണം കഴിച്ചപ്പോഴാണ് മനസ്സിലാക്കുന്നത് ഉറക്കത്തിലും ചിരിക്കുമെന്ന്. ഉറക്കത്തിൽ സംസാരിക്കുകയും ചിരിക്കുകയും ചിലപ്പോൾ പേടിച്ച് ഒച്ചയിടുകയും ചെയ്യും. സ്വപ്നനാടനം മാത്രം ഇതുവരെ ഉണ്ടായിട്ടില്ല. ഒരു തവണ ചവിട്ടും മധുവിന് കിട്ടിയിട്ടുണ്ട്. ഒരു തവണ കഴുത്തിൽ ഞെട്ടിപ്പിടിക്കുകയും ചെയ്തിട്ടുണ്ടെന്നും മധു ദിവ്യയെക്കുറിച്ച് തമാശ രൂപേണ പറയുന്നു. എന്നാൽ ദിവ്യ പറയുന്നത് മധു അധികം സംസാരിക്കാത്ത ആളായിരുന്നുവെന്നും ഭയങ്കര ശാന്തശീലനാണെന്നാണ് പറയുന്നത്. മധുവിൻ്റെ പാട്ടിനോടുള്ള ഇഷ്ടമാണ് തങ്ങളുടെ പ്രണയം സാഫല്യമായെന്നാണ് പറയുന്നത്. തങ്ങളുടെ വീട്ടിൽ എല്ലാവരും മധുവിൻ്റെ ആരാധകരാണെന്നും ദിവ്യ പറയുന്നു. ഒരു ഗായകനെ വിവാഹം കഴിക്കും എന്ന് ഒരിക്കൽ പോലും ചിന്തിച്ചിട്ടില്ല എന്നാണ് ദിവ്യ പറയുന്നത്. ഉടനെ ഒരു സായിപ്പിനെ വിവാഹം കഴിക്കണം എന്നായിരുന്നു ഇവൾക്കെന്ന് മധു ബാലകൃഷ്ണൻ ഒരു കൗണ്ടറും പറയുന്നുണ്ട്. തനിക്ക് ആഗ്രഹം ഒരു സയൻറ്റിസ്റ്റ് ആകാൻ തന്നെയായിരുന്നു എന്നാണ് ദിവ്യ പറയുന്നത്. എന്നാൽ പ്രണയത്തിൻ്റെ പുറത്തെ ആ ആഗ്രഹം വേണ്ടെന്ന് വെച്ചെന്നാണ് ദിവ്യ പറയുന്നത്.